ആഹാരവസ്തുക്കളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വച്ചാണ്. പല്ലുകൾ ആഹാരവസ്തുക്കളെ കടിച്ചു മുറിച്ച് ലഘു കണികകളാക്കി മാറ്റുന്നു. വായയിലുള്ള ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീർ ആഹാരത്തിൽ കലരുകയും ആഹാരം കുഴമ്പ് രൂപത്തിലാവുകയും ചെയ്യുന്നു. അതോടൊപ്പം ഉമിനീരിലുള്ള ചില രാസാഗ്നികൾ ആഹാരത്തിലെ അന്നജത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കുഴമ്പ് രൂപത്തിലായ ആഹാരം വായയിൽ നിന്ന് തൊണ്ടയിലൂടെ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്നനാളത്തിന്റെ ഭിത്തി തരംഗ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രത്യേക രീതിയിലുള്ള ചലനം നിമിത്തം ആഹാരവസ്തു താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. പെരിസ്റ്റാൾസിസ് എന്നാണ് ഈ ചലനം അറിയപ്പെടുന്നത്. അന്നനാളത്തിലൂടെ ആഹാരം സഞ്ചരിച്ച് ആമാശയത്തിൽ എത്തിച്ചേരുന്നു. ആമാശയം പേശീനിർമ്മിതമായ ഒരു സഞ്ചിയാണ്. ആമാശയ ഭിത്തി ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിലൂടെ ആഹാരം നന്നായി അരക്കപ്പെടുന്നു. ആമാശയ ഭിത്തിയിലുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ ആമാശയരസം എന്നിവ ആഹാരത്തിന്റെ ദഹനത്തെ സഹായിക്കുന്നു. ആമാശയത്തിൽ നിന്ന് ആഹാരം പക്വാശയത്തിലൂടെ ചെറുകുടലിലേക്ക് പ്രവേശിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസം എന്നിവ ഈ അവസരത്തിൽ ആഹാരത്തോടൊപ്പം ചേർക്കുന്നു. അതോടൊപ്പം ചെറുകുടലിന്റെ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ചില ദഹനരസങ്ങളും ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർത്തിയാവുകയും ആഹാരത്തിലെ പോഷകഘടകങ്ങൾ ചെറുകുടലിന്റെ ഭിത്തിയിലുള്ള രക്തക്കുഴലുകൾ വഴി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പദാർത്ഥങ്ങൾ ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് പ്രവേശിക്കുന്നു. വൻകുടലിൽ വെച്ചാണ് ആഹാരത്തിലെ ലവണങ്ങളും ജലവും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി വരുന്ന വിസർജ്യ വസ്തുക്കൾ വൻകുടലിന്റെ അറ്റത്തുള്ള മലാശയം എന്ന സഞ്ചിയിൽ സംഭരിക്കപ്പെടുന്നു. ഇവിടെ നിന്ന് ഈ വിസർജ്യ വസ്തുക്കൾ മലദ്വാരം വഴി പുറന്തള്ളപ്പെടുന്നു.